വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളും വലതുപക്ഷ ശക്തികളും കേരള സർക്കാരിനെ കരിവാരിത്തേക്കാൻ നോക്കുന്ന ഈ സാഹചര്യത്തിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ ഉടനീളം ബഹുജന റാലികൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി CPIM ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി ബഹുജന റാലി സംഘടിപ്പിച്ചു. പരിപാടി SFI സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി RK പത്മനാഭൻ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം P കൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM ഷാജി, KP ഗോപാലൻ തുടങ്ങിയവരും യോഗത്തിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിച്ചു. അതുപോലെ ചില മന്ത്രിമാരെല്ലാം കേന്ദ്രമന്ത്രിമാരെല്ലാം വന്ന് കണ്ടു. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വരും വന്ന നിലയിൽ സമാധാനത്തോടു കൂടിയിരുന്നു. ഇതുവരെയായി കേന്ദ്ര ഗവൺമെന്റ് ഒരു നയാ പൈസ പോലും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, ഈ ദുരന്തം അകറ്റുന്നതിന് വേണ്ടി, ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രിയോട് കേന്ദ്രത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിലേക്ക് പോയി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ഇതിന്റെ എല്ലാ ഗൗരവങ്ങളും ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രി തിരിച്ചു വന്നു. പിറ്റേ ദിവസം പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കി. നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ പ്രഖ്യാപിച്ചില്ല. തുടർന്നും ഇതുവരെ ഒരു നടപടിയും നീക്കിയില്ല. നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും വരുന്ന പ്രസ്താവന ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കുറിച്ച്, അതുപോലെ തന്നെ പിണറായിയെ കുറിച്ച് എന്തൊക്കെ പറയാൻ കഴിയും അതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ രൂപത്തിൽ ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറയാൻ നമ്മൾ തയ്യാറാവണം. നമുക്കറിയാം, മാധ്യമങ്ങളുടെ പ്രചരണം. ഇപ്പോൾ വൈകുന്നേരം ഒരു അന്തിച്ചർച്ചയുണ്ട്. ആ അന്തിച്ചർച്ചയിൽ ഒരു 3-4 ആളെ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരാളിരിക്കും. ബാക്കി 4 പേരും ഈ വാർത്ത പറയുന്ന ആളെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, AKG സെന്റർ ആക്രമിച്ചു. AKG സെന്റർ ആക്രമിച്ച് 3 മാസവും പറഞ്ഞത് അത് ഇടതുപക്ഷ CPMന്റെ ആൾക്കാരയച്ചിട്ട് അക്രമം നടത്തിയാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് സുധാകരൻ കന്യായിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരക്ഷരം ഈ മാധ്യമങ്ങൾ പറഞ്ഞില്ല. എന്നാ പറയണ്ടേ, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി. നുണപ്രചരണങ്ങൾക്കെതിരെയാണ് CPIMന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരളം ഇതുവരെ അഭിമുഖീകരിക്കാത്ത ഒരു ദുരന്തമായിരുന്നു വയനാടിനകത്ത് നാം കണ്ടിട്ടുള്ളത്. ജൂലൈ 30-നാണ് 3 പ്രദേശങ്ങളിൽ പരിപൂർണമായി തകർത്ത നിലയിൽ ഒരു ദുരന്തം വയനാടിനകത്തുണ്ടാകുന്നത്. ചൂരൽമലയും പുഞ്ചിരിമറ്റവും മുണ്ടക്കയും ഉൾപ്പെടുന്ന 3 പ്രദേശം പരിപൂർണമായി തകരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്ത പശ്ചാത്തലത്തിൽ അതിനെ അതിജീവിക്കുക, നഷ്ടപ്പെട്ട മനുഷ്യജീവനെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും ബാക്കി വരുന്ന അവിടുത്തെ ജനതയെ സംരക്ഷിച്ചു നിർത്തുവാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉജ്ജ്വലമായ രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുത്തത്. ആ പ്രവർത്തനത്തിന് എതിരെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുകാർക്കോ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്കോ മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ആ നിലയിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനമാണ് കേരള സംസ്ഥാന സർക്കാർ വയനാടിനെ ചേർത്തുപിടിച്ച് നടത്തിയതെങ്കിൽ അതിനെതിരെ ആദ്യം വാർത്ത വരുന്നത് സർക്കാർ കൊടുത്ത ബ്രെഡിന് പൂപ്പല് എന്ന നിലയിലാണ്. നിങ്ങൾ നോക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു ദുരന്ത പ്രദേശത്തെ ആകെ ചേർത്തുപിടിച്ച് നടത്തുമ്പോഴാണ് ആദ്യത്തെ നുണവാർത്ത കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൊടുത്ത ബ്രെഡിന് പൂപ്പലെന്നായിരുന്നു ആദ്യത്തെ വാർത്ത വരുന്നത്. എന്നാൽ പിന്നീട് കേരളത്തിലെ സർക്കാർ അതിന് വ്യക്തമായ മറുപടി കൊടുത്തു. എന്താ, അങ്ങനെ ഒരു ബ്രെഡ് സർക്കാർ സംവിധാനത്തിൽ എവിടെയും കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ ആദ്യം മാധ്യമങ്ങൾ നുണ എഴുത്തുകളുമായി കടന്നു വരും. രണ്ടാമത്തെ വാർത്തയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത മേഖലയിൽ സർക്കാർ നടത്തിയ എസ്റ്റിമേറ്റിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിവേദനത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വാർത്ത വരുന്നത്. ആരുടെ അജണ്ടയാണ്?
നമ്മൾ ഈ കേരളത്തിലെ ജനത ചർച്ച ചെയ്യണം. ഏഷ്യാനെറ്റും മലയാള മനോരമയും മാതൃഭൂമിയും എഴുതിവിടുന്നതെല്ലാം വസ്തുതയാണോ? ഇവിടെ ഈ മാധ്യമ സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇപ്പോൾ ഇതാ കേരള വിരുദ്ധതയായി മാറിയിരിക്കുന്നു. അതിജീവനത്തിന്റെ നാളുകളിലൂടെ വയനാടിന്റെ ജനത നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ദുരന്ത മേഖലയിലെ ജനങ്ങളെ ഇല്ലാതാക്കുന്ന നിലയിലേക്കുള്ള വാർത്തകളുമായി കേരളത്തിലെ മാധ്യമ സിൻഡിക്കേറ്റ് കടന്നു വരുന്നത്. കേന്ദ്രത്തിന്റെ NDRF എന്ന് പറയുന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമാണ് ഏത് സംസ്ഥാനത്തായിക്കോട്ടെ, അത് തമിഴ്നാടോ കേരളോ കർണാടകയായിക്കോട്ടെ, അതത് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ നിവേദനം തയ്യാറാക്കിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയുക. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക 049852424140, മൊബൈൽ 6238064141.